മിസ്റ്റർ ട്രിക്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റൈസ് എന്ന ട്രിക്ക് അതിൻ്റെ ട്യൂട്ടോറിയലാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. റൈസ് എന്നൊരു ട്രിക്ക് എന്ന് വെച്ചാൽ ട്രിക്കിങ്ങിലെ ബേസിക് ആയിട്ടുള്ള ട്രിക്കാണ് റൈസ് എന്നൊരു ട്രിക്ക്. ഈ റൈസ് എന്ന ട്രിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൊർണേഡോ കിക്കാണ്. മിക്കവരും ഈ ഒരു ടൊർണേഡോ കിക്കിന് മിക്കവരും പറയുന്നത് 360 കിക്ക്, 360 റൗണ്ട് കിക്ക് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിന് ശരിക്കും പറയുന്നത് ടൊർണേഡോ കിക്ക് എന്നാണ്. ടൊർണേഡോ കിക്കിൽ നമ്മൾ റൈസ് എന്ന ട്രിക്കിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ കിക്ക് ചെയ്യുന്നൊരു കാര്യമാണ് മെയിനായിട്ട്. അതായത് നമ്മൾ നേരെ പോലെ ടൊർണേഡോ കിക്കിലേക്ക് പോകും, പക്ഷേ നമ്മൾ കിക്ക് ചെയ്യില്ല. അവിടെ ആ കിക്ക് ചെയ്യണ ഭാഗം സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ സ്പോട്ട് ചെയ്യൽ. അങ്ങനെ അവിടെ കിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ സ്പോട്ട് ചെയ്യുന്ന എൻ്റെ നേരെ ആ ഭാഗത്തായിരിക്കും. പക്ഷേ റൈസ് എന്നൊരു ട്രിക്ക് ചെയ്യുമ്പോൾ ഞാൻ സ്പോട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തേക്കാണ്. പിന്നെ അതുപോലെ തന്നെ ചെയ്യാൻ നേരത്ത് എൻ്റെ ഷോൾഡർ വഴി നേരെ പിന്നോട്ട് നോക്കുകയും ചെയ്യും. റൈറ്റ് ലെഗാണ് ഞാൻ നേരെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ കുത്തണം. ടേക്ക് ഓഫ് ചെയ്യാൻ നേരത്ത് ഞാൻ നേരെ എൻ്റെ ഷോൾഡർ വഴി നോക്കും. അതിങ്ങനെ വരുള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പ് നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക. ഒരു 10-15 തവണ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്ത് മാസ്റ്റർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എവിടെ വെച്ചാലും ഈ ഒരു സാധനം ചെയ്യാൻ പറ്റണം. ആ ഒരു വിധത്തിൽ നിങ്ങൾ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്ത് സെറ്റായതിനു ശേഷം മാത്രം സ്റ്റെപ്പ് 3യിലേക്ക് കിടക്കാം. അപ്പോൾ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് റൈസിലേക്കുള്ള സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് വെച്ചാൽ സെക്കൻഡ് സ്റ്റെപ്പിലെ മോഷൻ പ്ലസ് നമ്മുടെ അതായത് ഞാൻ നേരെ തിരിയുമ്പോൾ എൻ്റെ റൈറ്റിലേക്കാണ് ഞാൻ പുഷ് ചെയ്യുന്നതും ലെഫ്റ്റിലേക്ക് വെച്ചാണ് ഞാൻ നേരെ മുകളിലേക്ക് കിക്ക് ചെയ്യുന്നത്. പവർ അപ്ലൈ ചെയ്യാതിരി അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പവർ അപ്ലൈ ചെയ്യുക പ്ലസ് നമ്മൾ സ്പോട്ട് ചെയ്യുമ്പോൾ ഞാൻ ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒറ്റ സ്പോട്ടിൽ ഞാൻ നോക്കിയിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു തേർഡ് സ്റ്റെപ്പ് നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യാം. 10-15 നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യാം. നല്ല പ്രാക്ടീസ് ചെയ്ത് ഇത് മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതായിരുന്നു റൈസ് എന്ന ട്രിക്കിൻ്റെ ട്യൂട്ടോറിയൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത ട്യൂട്ടോറിയൽ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഓൾ.